നാടൊരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും ഹൃദയത്തിൽ തൊടുന്ന ഇങ്ങനെയും ചില മനുഷ്യരുണ്ട്. മാതൃത്വം എന്ന വാക്കിന് ഇങ്ങനെയും ചില അർത്ഥങ്ങളുണ്ട് എന്നുകൂടി അവർ മാനവരാശിയോട് പറയുകയാണ്. വയനാട്ടിൽ പ്രതികൂല കാലാവസ്ഥയിലും മണിക്കൂറുകൾക്കകം ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കി ഇന്ത്യൻ ആർമി. ദുരന്തത്തിൽ തുടച്ചു നീക്കപ്പെട്ട മുണ്ടക്കയിൽ അവശേഷിക്കുന്നവരെ കണ്ടെടുക്കുന്നതിന് വേഗത കൂട്ടാൻ ബെയിലി പാലം ഏറെ സഹായകരമാകും. കഴിഞ്ഞ ദിവസം രാവിലെ മുതലാണ് സൈന്യം പാലം നിർമ്മാണം ആരംഭിച്ചത്. ലോറിയിൽ നിന്ന് കൂറ്റൻ ഇരുമ്പ് സാമഗ്രികളും ഉപകരണങ്ങളും ഇറക്കി ദ്രുതഗതിയിലാണ് താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ദിവസം കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് പാലത്തിന്റെ പണി താൽക്കാലികമായി നിർത്തിവെച്ചുവെങ്കിലും വൈകിട്ട് പുനരാരംഭിക്കുകയായിരുന്നു. ദില്ലിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും പ്രത്യേക വിമാനത്തിലാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പാലത്തിന്റെ സാമഗ്രികൾ എത്തിച്ചത്. പിന്നീട് രാത്രിയോടെ നിർമ്മാണ സാമഗ്രികൾ 20 ട്രക്കുകളിലായി കണ്ണൂരിൽ നിന്ന് ചൂരൽമലയിൽ എത്തിച്ചു. മദ്രാസ് മിലിറ്ററി എഞ്ചിനീയറിംഗ് വിങ്ങാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏകോപിപ്പിച്ചത്. 190 അടി നീളമുള്ള പാലമാണ് മുണ്ടക്കയിൽ സൈന്യം നിർമ്മിച്ചത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത്. പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരനായ സർ ഡൊണാൾഡ് ബെയ്ലിയാണ് ഉത്തരാഫ്രിക്കയിൽ ബ്രിട്ടീഷ് സേനയ്ക്കായി ആദ്യമായി ഇത്തരമൊരു പാലമുണ്ടാക്കിയത്. ഡൊണാൾഡ് ബെയ്ലി നിർമ്മിച്ച പാലം അങ്ങനെ ബെയ്ലി പാലം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ബെയ്ലി പാലം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുതിയ വാക്കല്ല. രാജ്യത്ത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ബെയ്ലി പാലം നിർമ്മിച്ചത് കശ്മീരിലാണെങ്കിലും സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ്. 1996 നവംബർ 8 റാന്നിയിൽ പമ്പാനദിക്ക് കുറുകെയായിരുന്നു ഇത്. റാന്നി പാലം തകർന്നപ്പോഴായിരുന്നു സൈന്യം മണിക്കൂറുകൾ കൊണ്ട് താൽക്കാലിക പാലം പണിതത്. ശബരിമലയിൽ 2011 നവംബർ 7 നിർമ്മിച്ച പാലം ഇപ്പോഴും ഉപയോഗക്ഷമമാണ്. സൈന്യത്തിന്റെ ഉരുക്കുപാലം യാഥാർത്ഥ്യമായതോടെ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിലേക്ക് യന്ത്രങ്ങൾ എത്തിക്കാനും അതുവഴി രക്ഷാപ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.